സാറേ, നഴ്സിംഗ് ഹോമിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. സാറിന്റെ ഭാര്യ പ്രസവിച്ചു. എന്തിനാ കരയുന്നേ? പറയുമോളെ, എന്തിനാ കരയുന്നത്? വിനിയേട്ടാ, അതൊരു പെൺകുഞ്ഞായിപ്പോയി. അതിനെന്താടാ? ഇല്ല, വിനീട്ടിന് ഇഷ്ടമില്ലായിരുന്നു. വിനീട്ടിന് ആൺകുട്ടിയായിരുന്നു ഇഷ്ടമായിരുന്നത്. ഐ സോറി. അങ്ങനെ ഒന്നും പറയാതെ. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമ്മുടെ അല്ലേ? ഇല്ല, വിനീട്ടിന് അവളെ സ്നേഹിക്കാൻ പറ്റില്ല. നീ എന്തായി പറയുന്നേ? പണ്ടെപ്പോഴും ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞതല്ലേ? അത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്താൽ വേണ്ട, ഒന്നും പറയണ്ട. ഐ സോറി. കരയാതെ കരയാതെ. വിനീട്ടിനെ സ്നേഹിക്കാൻ അമ്മയും ഞാനുള്ളപ്പോ ഒരാൺകുഞ്ഞായിരുന്നു നല്ലത്. പ്ലീസ് വിനീട്ട, എന്റെ മോളെ സ്നേഹിക്കില്ലേ? ആയുഷ്കാലം മുഴുവൻ. എങ്കിൽ സത്യം ചെയ്യേ, മാറോടടുക്കി എന്റെ മോളെ വളർത്താമെന്ന് സ്നേഹിക്കാമെന്നു. നോക്ക്, ഇവിടെ ഇതുപോലെ മാറോടക്കി പിടിച്ച് പൊന്നുപോലെ ഞാൻ വളർത്തും, സ്നേഹിക്കും. എന്റെ നീന സത്യം പോരെ? സത്യം ചെയ്യ് വിനീട്ട, എന്റെ മോളെ മാറോടടുക്കി വളർത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യ്. സത്യം. എങ്ങനുണ്ടായിരുന്നു സെന്റ് ഓഫ് ഒക്കെ? വിനയൻ തിരിച്ചു പോകുന്നതിൽ വിഷമം ശർമ്മയ്ക്കായിരുന്നു. പുള്ളി വിങ്ങിപ്പൊട്ടി കരഞ്ഞു കളയുമെന്ന് തോന്നി. വിഷമം നമുക്കുമില്ലേ ജോസേ? വിനയൻ ഈ വീട്ടിൽ ആദ്യം വരുമ്പോ ഇവിടെ ഒരു വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ, നീന. ഇപ്പൊ ഒരു ചെറിയ കൈത്തിരിയുണ്ട്, വിനീത. രണ്ടും കൂടെ എടുത്തിട്ട് പോവല്ലേ നമ്മളെ ഇരുട്ടിലാക്കിയിട്ട്. വെറുതെ ഒരു വിഷമം പറഞ്ഞെന്നേ ഉള്ളൂ, ഒന്നും തോന്നണ്ട. എപ്പോഴാ പുറപ്പെടുക? നീനക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ഉടനെ പോകും. ആ, അവള് മുകളിൽ പാക്ക് ചെയ്യാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വിനയ, നീനയുടെ അമ്മച്ചിയുടെ കുറേയധികം സ്വർണവും പിന്നെ ആ ബാങ്കിലെ പണവും ഒക്കെ അതോടെ കൊണ്ടുപോകാൻ മറക്കണ്ട. ഈ വീട്ടിലുള്ളതെല്ലാം അവളുടേതാ. എന്താ വേണ്ടതെന്ന് വെച്ചാ ചോദിക്കാതെ എടുക്കുന്ന എനിക്ക് സന്തോഷം. നീന കരഞ്ഞോ? എന്തിനാ?
ഒന്നുമില്ല. പിന്നെ മണിവത്തൂരിലേക്ക് താമസം മാറ്റാൻ നിനക്കിഷ്ടമല്ലേ? അതുകൊണ്ടല്ല, ഡാഡിയും ജോസ്റ്റാനെയും കുറിച്ച് ഓർത്തപ്പോ വല്ലാത്ത വിഷമം. അവരെന്നെ എത്രയധികം സ്നേഹിക്കണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ നീന കരയരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. നമ്മുടെ കുഞ്ഞൊരു മോളായപ്പോ നീന കരഞ്ഞു. ഇന്ന് വീണ്ടും പറയൂ, നീനയ്ക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മയ്ക്ക് നിർബന്ധിച്ചൊന്ന് എഴുതിയാൽ മതി. അവിടെയുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്റെ അമ്മയിന് പോരും. വേണ്ട, അമ്മയെ വേദനിപ്പിക്കണ്ട. എനിക്ക് വരണം ആ മണപ്പുറത്തേക്ക്. ഞാൻ കരഞ്ഞെന്നോർത്ത് വിനേട്ടം വിഷമിക്കണ്ട. സാരമില്ല, നമുക്കൊന്ന് പുറത്തു പോണം. അമ്മയ്ക്കൊരു സമ്മാനം വാങ്ങണം. എന്താ? അത് വാങ്ങുമ്പോ കണ്ടോളൂ. ഇന്ന് വരെ ഒരു മരുമോളും ഒരു അമ്മയമ്മയ്ക്ക് കൊടുത്തിട്ടില്ലാത്തൊരു സമ്മാനം. ചിലപ്പോ വിനേട്ടനും കാണും ഒരു സമ്മാനം. ഇതാ വരുന്നു. പോ. മോളെ, പോക്കൊരു 2 ദിവസത്തേക്ക് മാറ്റിക്കൂടെ? എന്തിനാ ഡാഡി? ഈ വേർപാടിന്റെ വിഷമത്തിനിടയ്ക്ക് ഇവിടെയുള്ള ഒരു സാധനങ്ങളും മണിവത്തൂരിലേക്ക് കയറ്റി അയക്കാൻ എനിക്കും ജോസിനും പറ്റിയില്ല. സ്ഥിരതാമസത്തിന് പോകുമ്പോ എല്ലാ ഏർപ്പാടുകളുമായിട്ട് പോണമെന്നാ. മോടെ മമ്മിയുടെ സ്വർണം ലോക്കറിൽ നിന്ന് എടുക്കാൻ ജോസ് പോയിരിക്കുക. വേണ്ട ഡാഡി, ഡാഡിക്കൊന്നും തോന്നരുത്. എന്റെ മമ്മിയുടെ ഈ ഷാളല്ലാതെ ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. അത് മോളെന്നെ കൂടുതൽ സങ്കടത്തിലാക്കുക. ഇല്ല ഡാഡി, ഈ സ്നേഹം തന്നെ എനിക്ക് ധാരാളം മതി. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. എന്താ മോക്ക് ഇതുവരെ ഇല്ലാത്ത അസുഖം? കണ്ണ് തന്നെയല്ലേ? കരയാതെ കരയാതെ മോളെ, ഡോണ്ട് ബി സില്ലി. ഞാൻ നിർബന്ധിക്കില്ല. ഇല്ല, വരൂ, നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾ മണിവത്തൂർക്ക് വരാം, ഞാനും ജോസും. ആ വിനയ, നിങ്ങൾ പോയിട്ട് വരുന്നവരെ മോളെ ഇതാ, ഞാൻ നോക്കിക്കോളാം. ആ കേട്ടോ നീനെ, പലപ്പോഴും ഞാൻ വിനയനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാ, എന്റെ മോളെ ഞാൻ വിനയന് കൊടുത്തില്ലേ, വിനയന്റെ മോളെ എനിക്ക് തന്നുകൂടെ എന്ന്. നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വാ. ആ ആ ആ ആ ദാ ഈയിടെയായി എന്റെ സ്വഭാവം മഹാ ചീത്തയായിപ്പോയി. എന്താണ്? ഒന്നുകിൽ വിനീത എന്റെ കയ്യിൽ, അല്ലെങ്കിൽ വിനയേട്ടന്റെ കയ്യിൽ. മറ്റൊരാളുടെ കൈ മാറുന്നത് അതിന്റെ ഡാഡിയുടേതാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാവുന്നില്ല. എന്താ നീ ഇങ്ങനെയൊക്കെ? മറക്കണ്ട, അവളെ മാറോടടുക്കി വളർത്തിക്കൊള്ളാന്ന് എന്നോട് സത്യം ചെയ്തത്. ബ്രേക്ക് പോയി. വീഴുന്നില്ല. ഇനി കുത്തനെയുള്ള ഇറക്കം. പിന്നീട് ചാടിക്കോളും. ഒരു ഗ്യാപ്പ് നോക്കി ഞാനും ചാടിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞേ. അയ്യോ,
വിനേട്ടാ പ്ലീസ് ചാടൂ. എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടും കൂടെ ആയിക്കോട്ടെ. വിനേട്ടാ പ്ലീസ് ചാടൂ. എങ്ങനെ ഇതിനെ ആദ്യം ചാട്, ഞാൻ പിന്നെ ചാടിക്കോളാം. ചാട്. ഞാനൊന്ന് പറഞ്ഞില്ലേ ചാട്. നീ എന്താ ഈ കളിക്കുന്നത്? വേണ്ട. ഇതാ. How are you, Vinaya? ജോസ്, നീന. Vinaya, are you all right? യെസ്. നീന എവിടെ ജോസ്? കിടന്നോളൂ. കാലിനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ടെൽ മീ പ്ലീസ്. നീനയ്ക്ക് എന്ത് പറ്റി? കഴിഞ്ഞ 12 മണിക്കൂറായി അവിടെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിനയനെ ബോധം തെളിയാൻ. No, no, no. You are lying. You are lying. It's true. You, Vinay, it's true. No, doctor, no, don't move, please. you are lying. Give him a sedative. You are lying. ഇല്ല, ഇല്ല. Vinaya, please. Please, Vinaya. No. It's true. It's true. Calm down. Calm down, Vinaya. Calm down. It's true. ജോസ്, അവളെന്തി? എന്റെ നീനെന്തി? കാണിക്കാം. വെയിറ്റ്. ജോസ്, എനിക്കിപ്പോ അവളെ കൊണ്ട് നാട്ടിൽ പോണം. വിനയൻ എന്തായി പറയുന്നേ? ഇല്ല ജോസ്, എനിക്കിപ്പോ അവളെ കൊണ്ട് പോണം. പ്ലീസ് ജോസ്. ദാറ്റ്സ് ഇമ്പോസിബിൾ വിനയൻ. നോ, എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. ജോസ്, ഹെൽപ്പ് മീ പ്ലീസ്. ഇല്ല, മരിച്ചിട്ട് 12 മണിക്കൂറായ ഒരു ബോഡി, കാല് വയ്യാത്ത വിനയൻ. സോറി, അവിടെ ഞങ്ങളുടെ മമ്മിയുടെ അടുത്ത് തന്നെ അടക്കാം. നോ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പ്ലീസ് ജോസ്. ഓക്കെ വിനയ, ഓക്കെ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യും. പക്ഷെ എന്റെ പെങ്ങളുടെ ഡെഡ് ബോഡിയുടെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. അവളുടെ മരണം ഡാഡി ആകെ തളർത്തി കളഞ്ഞു. ഹീസ് ഇൻ ദി ഹോസ്പിറ്റൽ നൗ. ഒരു സിവിയർ സ്ട്രോക്ക്. പക്ഷെ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യണം. ജോസ്, എവിടെ? എനിക്ക് ആദ്യം അവിടെ ഒന്ന് കാണണം. ഓരോ പൂവിലും നിൻമുഖം കണ്ടു. ആ ആ ആ കണ്ടു കൊതി തീരും മുമ്പേ മരണത്തിൻ മഞ്ചലിൽ നീ പോ